മുസിര തുടരിപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് പ്രതികരിക്കാൻ ഇരിക്കുകയാണ്. ഷിയാസ് ആണ് ചേർന്ന്. ഷിയാസ്, ഇപ്പോൾ ദൃശ്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു യുവതിയെ, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതും അവരുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ്, ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അന്ന് പോലീസ് വാദിച്ചിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, ഈ യുവതിയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ്. ഈ വിഷയം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഷിയാസ്, കേൾക്കാമോ? ഷിയാസ്, കേൾക്കാമോ? കേൾക്കാം. ഈ ദൃശ്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഒരു കൈക്കുഞ്ഞുമായി സ്റ്റേഷനിൽ സ്വന്തം ഭർത്താവിനെ, നിരപരാധിയായ ഭർത്താവിനെ പോലീസ് പിടിച്ചപ്പോഴാണ് സ്റ്റേഷനിലെത്തുന്നത്. എത്ര ക്രൂരമായിട്ടാണ് പോലീസ് ആ സ്ത്രീയെ ഉപദ്രവിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിരവധി ഇതുപോലെയുള്ള സമാനമായ കേസുകൾ ഉണ്ടായിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഭരണകൂടം സംരക്ഷിക്കുകയല്ലേ? ഇവർക്കെല്ലാം ഉള്ളത് ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് ആണ് ഇവർക്കുള്ളത്, ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. അദ്ദേഹം ഇന്ന് അരൂർ സ്റ്റേഷനിലെ SHO ആണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എറണാകുളം പട്ടണത്തിലെ ഏറ്റവും പ്രധാനമായ കസ്ബ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം ഈ സ്ത്രീയെ ആക്രമിച്ചു. ഒരു 2 കൈക്കുഞ്ഞുങ്ങളുമായി ഗർഭിണിയായ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ, നിരപരാധിയായ ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ അവരെ വിടണമെന്ന് ആവശ്യപ്പെട്ടാണ് സ്റ്റേഷനിൽ ചെന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എത്ര ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയത്. അവര് ദേഹത്ത് പിടിച്ച് തള്ളുന്നു, അവരെ മുഖത്തടിക്കുന്നു. ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരമൊക്കെ കൊടുത്തത്? ഏത് കോടതിയാണ്? രാജ്യത്തെ ഏത് നിയമമാണ്? പോലീസ് മാനുവലിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ പരാതികളുമായി വരുന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറണമെന്ന്? അപ്പൊ ഇവരൊക്കെ സംരക്ഷിക്കാൻ ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നത്? ഇവർക്കെതിരെ എന്ത് നടപടി? ഏത് ഉദ്യോഗസ്ഥനാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ട് അന്വേഷണം നടത്തി പാവപ്പെട്ട ഈ ദമ്പതികളെ കള്ളക്കേസിൽ കുടുക്കിയാണ് ജയിലിലടച്ചത്? കള്ളക്കേസിൽ കുടുക്കി. സ്റ്റേഷനിൽ വന്നാൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാം. കുന്നംകുളത്ത് സുജിത്തിനെതിരെ സമാനമായ സാഹചര്യം ഉണ്ടായി. ബീച്ചിൽ ഒരു നിരപരാധിയായ ഒരാൾക്കെതിരെ, ഒരു ഹോട്ടൽ ഉടമയ്ക്കെതിരെ ഇതേപോലെ സമാനമായ സാഹചര്യം ഉണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കയറൂരി വിട്ടിരിക്കുകയാണ്. പാർട്ടി പറയുന്നത് കേട്ടാൽ പിന്നെ എന്തും ചെയ്യാമെന്നുള്ളതാണ്. അവർക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട്, സർക്കാരിന്റെ പിന്തുണയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘത്തിന്റെ പിന്തുണയുണ്ട്. ആ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിക്കുന്നത്. അത് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. കേരളത്തിന്റെ പോലീസ് അപമാന ഭാരം കൊണ്ട് ഇന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടാണ് ഇന്ന് ഈ നാട്ടിലുള്ളത്. ഒരു സ്ത്രീയെ, നിരപരാധിയായ ഒരു സ്ത്രീയെ, കൈക്കുഞ്ഞുമായി വന്ന ഒരു സ്ത്രീയെ, അതും ഗർഭിണിയായ ഒരു സ്ത്രീയെ എത്ര ക്രൂരമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിക്കുന്നത്. ആരാ ഇവനൊക്കെ മുഖത്തടിക്കാനുള്ള അധികാരം കൊടുത്തത്? ഇവനൊക്കെ പെരുവഴിയിൽ ഇവനൊക്കെ അടിച്ചു വീഴ്ത്തുകയാണ് വേണ്ടത്. മുഹമ്മദ് ഷിയാസ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഒരാൾക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. മുമ്പ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റിരുന്നു. ഇപ്പോൾ ഇതാ ഒരു വനിതയാണ് ദൃശ്യങ്ങളിലുള്ളത്. അവർ ഗർഭിണിയായിരുന്നു. അവരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് കൂടി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? അതിൽ എന്താണ് ഒരു കൃത്യമായ ഒരു നടപടിയും പരിശോധനയും ഒന്നും ഇല്ലാതെ പോകുന്നത്? രാഷ്ട്രീയ പിന്തുണ ലഭിക്കുമ്പോൾ പിന്നെ എന്തും ചെയ്യാമെന്നുള്ളതല്ലേ? സമാനമായ കേസുകൾ ഉണ്ടായിട്ടും ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായി നോർത്ത് കസ്ബ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തി. നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. കാക്കനാട് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യന്റെ മുഖത്ത്, ആ പയ്യൻ നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഉച്ചയ്ക്ക് വന്ന് ക്ഷീണിതനായപ്പോൾ അവിടെ വന്നൊന്ന് ഇരുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ മുഖത്തടിച്ചു. അദ്ദേഹം പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ എല്ലാ മാധ്യമ പ്രവർത്തകരും അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ആ കേസിൽ ഉൾപ്പെട്ട ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ സ്ത്രീയെ ആക്രമിച്ചത്, ഈ മുഖത്തടിക്കുന്നത് ഇവർക്കൊരു വിനോദമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഖത്തടിക്കാൻ ആരാണ് അധികാരം നൽകിയത്? ഈ മുഖത്തടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ കേരളത്തിലെ സ്ത്രീകളടക്കം, ചെറുപ്പക്കാരടക്കം ചൂലുകൊണ്ട് അടിക്കണം. ഇവരൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ, റോട്ടിൽ കണ്ടാൽ ചൂലെടുത്ത് അടിക്കണം ഇവരൊക്കെ. എന്താണ്? കാക്കിയിട്ടാൽ എന്തും ചെയ്യാമെന്നാണോ? കാക്കിയിട്ടാൽ എന്തും ചെയ്യാം. രാഷ്ട്രീയ ഏരിയ സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും സംരക്ഷണയിൽ ഇതുപോലെ വന്നിരിക്കുന്ന ആളുകൾ, CPMന്റെ നേതാക്കന്മാരുടെ സംരക്ഷണയിൽ വന്നിരിക്കുന്ന ആളുകൾ എന്തും ചെയ്യുമെന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നിങ്ങൾ കണ്ടത്. 1.5 വർഷക്കാലം മുമ്പ് നടന്നതാണ്. ആ സ്ത്രീ എത്ര നാളാണ് ഇതിന്റെ പുറകെ നടന്നത്?